നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇത് കൂട്ടായ്മയുടെ വിജയം. അതിസന്തോഷകരമായ ഒരു വാർത്തയാണ് പങ്കുവയ്ക്കാനുള്ളത്. കൂട്ടായ്മയുടെയും ഒന്നിപ്പിന്റെയും ഫലം സമാനതകളില്ലാത്ത ദയാധന സമാഹരണം. 2 ദിവസം ശേഷിക്കെ 34 കോടി രൂപ സമാഹരിച്ചു. ലോകത്തിന്റെ പലയിടങ്ങളിൽ നിന്നും ആൾക്കാർ യജ്ഞത്തിൽ പങ്കെടുത്തു. നാം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ആശങ്കപ്പെട്ടതുപോലെ ആ സംഭവത്തിൽ ഇപ്പോൾ ഒരു മറുപടി കിട്ടിയിരിക്കുകയാണ്. കോഴിക്കോട് ഫറൂഖ് കോടമ്പുഴ സ്വദേശി മച്ചിലകത്ത് അബ്ദുൾ റഹീമിന്റെ ജീവനും ജീവിതവും തിരിച്ചുപിടിക്കാൻ നെട്ടോട്ടത്തിലായിരുന്നു വീട്ടുകാരും നാട്ടുകാരും ഉൾപ്പെടെയുള്ള സുമനസ്സുകൾ. ഇപ്പോൾ ഇതാ ആ ദൗത്യം ലക്ഷ്യം കണ്ടിരിക്കുന്നു. സൗദി അറേബ്യയിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന കോഴിക്കോട് കോടമ്പുഴ സ്വദേശി അബ്ദുൾ റഹീമിന്റെ മോചനത്തിനായുള്ള ദയാധന സമാഹരണം ലക്ഷ്യം കണ്ടിരിക്കുകയാണ്. റിയാദിൽ തടവിലുള്ള അബ്ദുൾ റഹീമിന്റെ മോചനത്തിനായി സംസ്ഥാനത്തിന് അകത്തും പുറത്തും സമാനതകളില്ലാത്ത ഫണ്ട് സമാഹരണമായിരുന്നു നടന്നത്. ഇപ്പോഴിതാ നിശ്ചയിച്ചതിലും 2 ദിവസം മുമ്പ് 34 കോടി രൂപ കിട്ടിയിരിക്കുകയാണ്. ലോകത്തിന്റെ പലയിടങ്ങളിൽ നിന്നുള്ള മലയാളികൾ ഒന്നിച്ച് കൈകോർത്തു ഈ ഒരു സാഹചര്യത്തിൽ. അതിന്റെ ഒരു ഫലമായിട്ടാണ് ഇപ്പോൾ തുക കണ്ടെത്തിയത്. 18 വർഷമായി ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീമിനെ മോചിപ്പിക്കാനായി സമാഹരിച്ച തുക ഇന്ത്യൻ എംബസി വഴി സൗദി കുടുംബത്തിന് നൽകും. സൗദിയിൽ ഡ്രൈവറായി ജോലി ചെയ്തിരുന്ന അബ്ദുൾ റഹീമിന് പറ്റിയ കയ്യബദ്ധത്തിൽ സ്പോൺസറുടെ ഭിന്നശേഷിക്കാനായ മകൻ മരിച്ചതോടെയാണ് ജയിലഴിക്കുള്ളിലായത്. നിരന്തരമായ ഇടപെടലുകളെ തുടർന്ന് 34 കോടി രൂപ മോചന ദ്രവ്യമായി നൽകിയാൽ ശിക്ഷ ഒഴിവാക്കാമെന്ന് കുടുംബം സമ്മതിച്ചു. ഏപ്രിൽ 16-നായിരുന്നു അവസാന തീയതി. മറ്റ് വിവിധ സംഘടനകളുടെയും ബോബി ചെമ്മണ്ണൂർ അടക്കമുള്ള വ്യക്തികളുടെ നേതൃത്വത്തിൽ പണം കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടന്നിരുന്നു. അബ്ദുൾ റഹീമിന്റെ മോചനത്തിനായി ദയാധനം സ്വരൂപിക്കാൻ ബിരിയാണി ചലഞ്ചുമായി റിയാദിലെ മലയാളി പൊതുസമൂഹവും രംഗത്തെത്തിയിരുന്നു. റഹീമിന്റെ മോചനത്തിനായി കക്ഷി രാഷ്ട്രീയ ജാതി മത ഭേദമന്യേ പ്രവാസി സമൂഹം റിയാദിൽ രൂപവൽക്കരിച്ച അബ്ദുൾ റഹീം നിയമസഹായ സമിതിയുടെ നേതൃത്വത്തിൽ പെരുന്നാൾ ദിനത്തിലായിരുന്നു ബിരിയാണി ചാലഞ്ച് സംഘടിപ്പിച്ചത്. ഈ ജീവകാരുണ്യ പ്രവർത്തനത്തിൽ മുഴുവൻ മലയാളി സമൂഹത്തെയും പങ്കാളികളാക്കുക എന്ന ലക്ഷ്യത്തോടെ റിയാദ് നഗരത്തിലെയും പ്രാന്തപ്രദേശങ്ങളിലെയും മുഴുവൻ ഇടങ്ങളിലുമുള്ള മലയാളികളെ പ്രവർത്തകർ സമീപിച്ചിരുന്നു. യാചകയാത്ര പദ്ധതിയുമായി ബോബി ചെമ്മണ്ണൂരും രംഗത്തുണ്ടായിരുന്നു. അബ്ദുൾ റഹീമിന്റെ ഉമ്മ പാത്തുവിന്റെ ഗൂഗിൾ പേ QR കോഡ് സ്കാൻ ചെയ്തും സേവ് അബ്ദുൾ റഹീം ആപ്പ് വഴിയും പണമയച്ച് സഹായിക്കാമെന്ന് ബോച്ചെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റ് ഭാരവാഹികൾ ആവശ്യപ്പെട്ടിരുന്നു. ബോച്ചെ ഫാൻസും മറ്റു പല സംഘടനകളും ചേർന്ന് 14 കോടിയോളം രൂപ സമാഹരിച്ചിരുന്നു. അതിൽ 1 കോടി ബോബി ചെമ്മണ്ണൂർ നൽകി. അബ്ദുൾ റഹീമിന്റെ വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കാൻ പാരിതോഷികമായി സൗദി കുടുംബം ആവശ്യപ്പെട്ട 34 കോടി നൽകാൻ കുറച്ചു ദിവസത്തെ സാവകാശം കൂടി അനുവദിച്ചു കിട്ടണമെന്ന് ആവശ്യപ്പെട്ട് സൗദി ഭരണാധികാരികളെ സമീപിക്കാനുള്ള നീക്കമൊക്കെ നടന്നതാണ്. ഇതിനായി 3 രീതിയിൽ സമ്മർദ്ദം ചെലുത്താനായിരുന്നു അബ്ദുൾ റഹീമിന് വേണ്ടി രാജ്യത്തിനകത്തും വിദേശത്തുള്ള സംഘടനകളും തീരുമാനിച്ചത്. പ്രധാനമന്ത്രിയുടെ ഓഫീസ് വഴിയും വിദേശകാര്യമന്ത്രി ജയശങ്കർ മുഖേനയും സൗദിയുമായി ബന്ധപ്പെടാനുള്ള നടപടിക്രമങ്ങൾ തുടങ്ങിയിരുന്നു. ബോബി ചെമ്മണ്ണൂർ ആവശ്യപ്പെട്ട പ്രകാരം സുരേഷ് ഗോപി ജയശങ്കറുമായി ഇത് സംബന്ധിച്ച ചർച്ച നടത്തുമെന്നതടക്കമുള്ള വിവരങ്ങളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നതാണ്. BJP നേതൃത്വം പ്രധാനമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് പരിഹാരം തേടാനുള്ള പദ്ധതി ഉണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ 34 കോടി രൂപ എന്നൊരു വലിയ കടമ്പ ഇപ്പോൾ കടന്നിരിക്കുകയാണ്. 34 കോടി രൂപ എല്ലാവരും ഒന്നിച്ച് നിന്ന് ആ ഒരു തുക സമാഹരിച്ചിരിക്കുകയാണ്. ഈ തുക നൽകിയാൽ ആ അബ്ദുൾ റഹീമിനെ വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കും എന്ന ഒരു കാര്യമാണ് നടക്കാൻ പോകുന്നത്. എന്തായാലും ഉമ്മയുടെ കണ്ണീരിന് ഫലമുണ്ടായിരിക്കുന്നു. ഒരുപാട് പേരുടെ ഒരുപാട് സുമനസ്സുകളുടെ ഒക്കെ പ്രയത്നത്തിന്റെ ഫലമായി ഇപ്പോൾ 34 കോടി രൂപ സമാഹരിച്ചിരിക്കുകയാണ്. ഇത് കേരളത്തിനെ സംബന്ധിച്ച് വളരെ സന്തോഷകരമായ ഒരു വാർത്ത തന്നെയാണ്. ഇനി എന്തൊക്കെയാണ് ഈ ഒരു സംഭവമായിട്ടുള്ള തുടർ നീക്കങ്ങൾ എന്നതടക്കമുള്ള കാര്യങ്ങൾ വരും ദിവസങ്ങൾ അറിയാൻ സാധിക്കും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.